ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് സ്നിക്കേഴ്സ് കേക്കാണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു 4 മുട്ടയും 1 കപ്പ് ഫ്ലോറും വെച്ചിട്ട് 6 ഇഞ്ച് പാനിൽ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം 5 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ കാരമൽ സോസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് മെൽറ്റാക്കി എടുത്തതാണ്. പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് ക്രീം മാറ്റി വെച്ച് ബാക്കിയുള്ള ക്രീമിലേക്ക് അല്പം ചോക്ലേറ്റ് ഗനാഷും അതേപോലെ പീനട്ട് ബട്ടറും നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കാരമൽ സോസിൽ നിന്ന് അല്പം എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കാരമൽ സോസിൽ നിന്ന് 1-2 സ്പൂൺ ഒഴിച്ചിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി കാരമൽ സോസ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ലെയർ കേക്കും വെച്ച ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ക്രീമിൽ നിന്നും കുറച്ച് മാത്രം എടുത്തിട്ട് മുകളിൽ മാത്രമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മുകൾ ഭാഗം മാത്രമാണ് നമ്മൾ നീറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഫിനിഷാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം മുകൾ ഭാഗത്ത് സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്തിട്ട് ഇതേപോലെ ഓരോ പൈപ്പ് ബാഗിലേക്ക് ആക്കി വെക്കാം. അതിനുശേഷം 100-ന്റെ 44 നമ്പർ നോസിൽ എടുത്തിട്ടുണ്ട്. ഇത് റോസ് പെറ്റൽസ് ഒക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന നോസിലാണ്. ഓരോ കളർ ചേർത്തിട്ടുള്ള ക്രീം ഇതേപോലെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നോസിലിൻ്റെ തിന്നായിട്ടുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് വേണം ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്ത ശേഷം അതിനെ തൊട്ട് താഴെ നമുക്കിതേപോലെ അടുത്ത ലെയറും വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കളറിലുള്ളത് 2 ലെയറായിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വേറൊരു കളർ എടുത്തിട്ട് അതിനെ തൊട്ട് താഴെയായിട്ട് ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. അങ്ങനെ ഓരോ കളറും ഇതേപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലൊരു ടോപ്പറും കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ബട്ടർഫ്ലൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.